കാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന ഉത്തരം ഉറങ്ങാന്നുള്ളതാണ്. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ് ഈ കിടന്നുറങ്ങാന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം സൺഡേ ഒരു ഓഫ് ഇട്ടിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു 10-11 മണി വരെ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ട് ഇരിക്കണ എന്നെയായിട്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പറയാൻ മറന്നു, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് ഡേ 4. ഇന്ന് നമ്മളെ പുറകിൽ 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. ആരൊക്കെയെന്നുള്ളതല്ലേ കാണിച്ചു തരാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത മുതൽ പറയൽ തുടങ്ങിയതാണ് ഒരാൾ. ഈ എന്താ ഇന്ന വീഡിയോയിൽ കൂട്ടാത്ത, ഞാൻ വരുമ്പോൾ മാത്രം എന്താ ഈ വീഡിയോസ് എടുക്കാത്തതെന്ന് കേട്ടോ. ഇത് അല്ല ആള്, ഇതിൻ്റെ അപ്പുറത്ത് വരുന്നതാട്ടോ ആള്. ഇത് ഓൻ്റെ പെങ്ങളാണ്. ഈ ബാക്കിൽ വരുന്ന ആളാണ് കേട്ടോ അയാൾ. കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് ഈ എപ്പോഴും ഇന്ന വീഡിയോ കൂട്ടില്ല, ഞാൻ വരുമ്പോൾ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ മേമൻ്റെ 2 മക്കളാണ് കേട്ടോ. വീഡിയോസ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യാലോ എൻ്റെ ഫാൻസ്. എല്ലാ സൺഡേയും വെറുതെ ഉറങ്ങിങ്ങാട് തീർക്കലാണ്. ബട്ട് ഇന്നലെ തന്നെ എനിക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇന്നൊരു സെൽഫ് കെയർ ഡേ ആയിട്ട് പോക്കണമെന്നതിന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എനിക്ക് ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ് മീൻസ് നമ്മളെ ഡ്രസ്സ് കഴുകലിട്ടാ. അപ്പോൾ ഡ്രസ്സ് കുറച്ച് കഴുകാണ്ടായി, ഞാൻ അതൊക്കെ ഫസ്റ്റ് തന്നെ കഴുകിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താക്കി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ഫേസ് പാക്ക് ഇടാന്നുള്ളതേന് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതേന്. നല്ല ടാൻ റിമൂവൽ ആയിട്ടുള്ള പാക്കാണ്. ഇൻസ്റ്റൻ്റ്ലി റിസൾട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ട്രൈ ആക്കാമെന്ന് വെച്ചിട്ട് സേവ് ആക്കി വെച്ചത് കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കടലമാവ് എടുക്കുക, ഒരു 2 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡബിൾ എമൗണ്ട് ഓഫ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കട്ടല്ലാതെ മിക്സ് ചെയ്യണം. പക്ഷെ ഞാൻ എന്താക്കിയപ്പോൾ നന്നായിട്ട് കട്ട കുത്തിയിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി മിൽക്ക് ഒഴിച്ചിട്ടാണ് അതൊന്നും കിട്ടി ലൂസാക്കിയിട്ട് എടുത്താൽ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഒരു 1 ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുക്കണ വരെ വെയിറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ഉണ്ടാക്കി വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നേരെ ഇത് തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പാക്കാണെന്നൊക്കെ പറയപ്പെടുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ റിസൾട്ട് എന്നിട്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലതുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് ഉണ്ടാവോ ഇല്ലേ, അപ്പോൾ ഇത് വെറുതെ ആവോ എന്നൊക്കെ ഒരു തിങ്കിങ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ കാപ്പിപ്പൊടി, അതായത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതേ കോലത്തിലുണ്ടാവട്ടെ കാണാൻ. ആ മുതലവിടെ തണുക്കാൻ വെച്ചിട്ട് നെക്സ്റ്റിൻ്റെ പരിപാടി പറഞ്ഞാൽ ഹെയർ കട്ടിങ് ആട്ടോ. എനിക്ക് ഹെയർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. സത്യം പറയുന്നത് എനിക്ക് ഹെയർ കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഹെയർ നല്ല ഷോർട്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ബട്ട് അതിനൊന്നിട്ട് ആയിട്ടില്ല. ബട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഹെയർ എന്തായാലും ഞാൻ കളർ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒന്നും കൂടി ഷോർട്ടാക്കും കേട്ടോ. എൻ്റെ ഹെയർ പൊതുവെ ഞാൻ തന്നെയാണ് കട്ട് ചെയ്യൽ. ഞാൻ ഈ ഡ്രിമ്മറും പിന്നെ ഈ 2 ഹെയർ ബണ്ണ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഹെയർ കളർ ചെയ്യുക. അങ്ങനെ ഹെയറിൽ എന്ത് സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിൽ പെർമിഷനൊന്നും ഇല്ല. പെരേക്കുമ്പോൾ കയറില്ല കളർ ചെയ്ത് കഴിഞ്ഞാൽ പറയപ്പെടുന്നുണ്ട്. ബട്ട് ഞാൻ ചെയ്യും, ഒരു ദിവസം എന്തായാലും ചെയ്യും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ കോലത്തിലായിട്ടുണ്ടായത്. ഞാനിങ്ങനെ ഒരു ലെയർ പോലെയാണ് കട്ട് ചെയ്യൽ. ഇത് ഇൻസ്റ്റഗ്രാമിൽ എന്നോ കണ്ടിട്ട് ചെയ്യൽ തുടങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ഇട കട്ട് ചെയ്യൽ ഹെയർ. എപ്പോഴാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയറിൻ്റെ മേലൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. എനിക്കിങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. നോർമലി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന കാര്യം ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതോടെ കുറച്ചും കൂടി എനിക്കൊരു വൃത്തിയായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ വല്ലാണ്ടായിട്ട് ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ല, കുറച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്, ജസ്റ്റ് കമൻറ്റ് ബിലോ. നേരത്തെ ട്രൈ ആക്കി നോക്കിയ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടി ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഫേസിൽ ഇടുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്കിന്നും ഈ ഒരു പാക്കും സെയിം കളർ പോലെ ആയിട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. ബട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾ പറഞ്ഞതല്ലേ വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോൾ ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. അതേപോലെ തന്നെ നമ്മളെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ ഞാൻ കഴുത്തിൽ വല്ലാണ്ട് ഇട്ട് കൊടുക്കണില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സുമേലാവും. ഞാനിപ്പോൾ ഡ്രസ്സ് ഈ ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് രാവിലെ ഇട്ടൊരു മാക്സ് ചെയ്യുന്നു, അതൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇതുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് ഒന്നും ആക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഫേസിലിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കഴുത്തിലിട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ടാൻ റിമൂവൽ പാക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ അതേപോലെ തന്നെ നമ്മളെ കാലിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കാലുമ്മേൽ പെഡിക്യൂർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് ഞാൻ കാലുമ്മേൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഫേസിലും കഴുത്തിലും പിന്നെ ഒരു കയ്യുമ്മേൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവണമല്ലോ. നമ്മൾ 2 കൈമ്മേൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ഒരു കൈ ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഏതുമ്മലാണ് റിസൾട്ട് ഉള്ളത്, എന്താണ് അവസ്ഥ എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഒരു കൈമേൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫേസിലും കയ്യുമ്മലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക.
ഇതേപോലത്തെ ഓരോരോ പാക്കുകൾ ഞാൻ യൂസ് ചെയ്യലുണ്ട്. സംഭവം എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ വേറൊരു നല്ല പാക്കാണ് നമ്മളെ ബീട്രൂട്ട് പൗഡറിൻ്റെ കിട്ടുക. ബീട്രൂട്ട് പൗഡറും അല്ലെങ്കിൽ കേർഡോ അല്ലെങ്കിൽ മിൽക്കോ മിക്സ് ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇൻസ്റ്റൻ്റ്ലി നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഫേസിലാണെന്നുണ്ടെങ്കിലും കയ്യിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്ലോ കിട്ടുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 15 മിനിറ്റാണ് വെയിറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് വെയിറ്റ് ആക്കുക. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല ഉണങ്ങും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് വെയിറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം എന്താണ് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് ഒരു 3 to 4 days ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാന്നിട്ട് പറയുന്നത്. 3 to 4 days നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല നമുക്ക് കൊണ്ട് സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വലിയുന്നുണ്ടായിന്. നല്ല ടൈറ്റനായിട്ട് നല്ലൊരു നമുക്കിട്ട് ടൈറ്റായൊരു ഫീൽ ഉണ്ടായിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇത് ഞാൻ വേഗം പോയിട്ട് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു റിസൾട്ടോട് ഒറ്റയടിക്ക് തോന്നില്ല. പക്ഷേ ഫേസൊക്കെ നോക്കിയപ്പോൾ ഒരു ഗ്ലോ അപ്പ്, ഒരു ഇൻസ്റ്റൻ്റ്ലി ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ വന്ന് കിട്ടുക. ഹാൻഡിലാണെന്നുണ്ടെങ്കിലും വലിയ റിസൾട്ടൊന്നും ഇല്ല, ചെറിയൊരു ഗ്ലോ. അതായത് ഈ കൈമേലെ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നത് അതുമേലെ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വലിയ ചേഞ്ച് ഒന്നുമില്ല, ചെറിയൊരു ചേഞ്ച്. അപ്പോൾ നമ്മൾ ഫേസ് മാസ്കും കഴിഞ്ഞ് നെക്സ്റ്റത്തെ പരിപാടി അതും ഡൺ. ഓക്കെ, നെക്സ്റ്റത്തെ പരിപാടി ഒരു പെഡിക്യൂർ ചെയ്യണമെന്നാണ് കേട്ടോ. ഈ പെഡിക്യൂർ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ തപ്പി ഇൻസ്റ്റഗ്രാമിലും തപ്പി അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിന്. പിന്നെ എല്ലാവരും പറഞ്ഞേക്കാം നമ്മൾ കാലിൻ്റെ വൃത്തി കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ്റെ വൃത്തി മനസ്സിലാക്കുന്നത് കേട്ടോ. എൻ്റെ കാലിന് എനിക്ക് വൃത്തിയില്ല നിങ്ങൾ വിചാരിക്കരുത്. ചെറുപ്പത്തിൽ കുറേ ഓടി കളിച്ചിട്ടും വെയിലുണ്ടിട്ടും കാലൊക്കെ നല്ല ടാനൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി വൃത്തികെട്ട കളറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളൊരു ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളത്തേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇടുക. അതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങൻ്റെ ഹാഫ് പീനിട്ട് ഒഴിക്കട്ടോ. നെക്സ്റ്റ് പരിപാടി അത് നമ്മൾ ഒരു പാകത്ത് ചൂടാവണം. നമുക്ക് കാല് ഡിപ്പ് ചെയ്ത് വെക്കാൻ ഒരു പാകത്ത് ചൂടാവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യണ ഏതെങ്കിലും ഒരു ഷാമ്പു എടുക്കുക. എന്നിട്ട് അത് കുറച്ചിട്ടാൽ മതി, ഒക്കെ കൂടെ അങ്ങോട്ട് പീച്ച് ഇടണ്ട, കുറച്ച് ഇടുക. മീൻസ് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടിട്ട് പിന്നെ നെക്സ്റ്റ് പരിപാടി നല്ല അങ്ങോട്ട് പതപ്പിക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെയധികം സുഖമുള്ള പരിപാടിയാണ് ഇത്. നല്ല അങ്ങോട്ട് പതപ്പിച്ച് കൊടുക്കാം. അത് നല്ല പത വന്നതിന് ശേഷം പിന്നെ നമ്മളെ കാല് ഡിപ്പ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്, ഒരു 10 to 15 മിനിറ്റ് അതിൽ കാലങ്ങോട്ട് ഡിപ്പ് ചെയ്തുകൊണ്ട് വെക്കുക. ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിച്ച് പറയുന്നുണ്ട് ഞാനും ഉണ്ട് അസ്ന, ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനിതിൽ കാല് വെച്ചിട്ട് ടൈമിൽ ഓനും വന്ന്. അപ്പോൾ അങ്ങനെ ഓനോട് പറഞ്ഞാൽ നെയ്യും കൂടെ വന്നോന്ന് പറഞ്ഞിട്ട് ഓനും കൂടിയും കൂട്ടിയിട്ടുണ്ടായിട്ടോ. സംഭവം കാലിട്ടേക്ക് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരം കാലെടുത്തിട്ട് പിന്നെ കേട്ടോ അതിൽ കാലിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ചൂടുണ്ടായിനി. ഇനി ഓൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കാലിട്ട് വെക്കാം. ബട്ട് കുറച്ചും കൂടി ഒരു ചൂടുള്ളതിന് കുറച്ചും കൂടി തണുപ്പായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊരു സുഖമാവും കേട്ടോ. അപ്പം അങ്ങനെ കാലൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇട്ട് വെച്ചേക്കന്നെ ഓനും ഇട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. ഓൻ എന്തിനാ ചെയ്യണത്? ഓൻ്റെ കാലം അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല, ടാൻ അടിച്ചിട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ബട്ട് ഓൻ അതായത് പുറത്ത് കളിക്കാൻ പോണതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ചളിയും കാര്യങ്ങളും നഖത്തുമ്മലും അങ്ങനെ കാൽമുകളിൽ കുറച്ചൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഓൻ്റെ ഫേസ് ഇങ്ങനെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓൻ നല്ല ചൂടാണ്, എന്താ ഇപ്പം ചെയ്യാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുക. ഇതിന് പറയുന്ന പേര് എന്തേനു? നമ്മളെ സ്പാ ക്രീമാണ് കേട്ടോ ഇത്. അതായത് നമ്മളെ കാലുമ്മിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഫസ്റ്റ് വേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് 1 ടീസ്പൂൺ അപ്പസോഡ, അതിക്ക് കുറച്ച് നമ്മളെ ഷാമ്പു ആഡ് ചെയ്യുക. കുറച്ച് ആഡ് ചെയ്താൽ മതി, കൂടെ പീച്ച് കഴിച്ചണ്ട. നെക്സ്റ്റ് വരുന്ന കഴിഞ്ഞാൽ ഒരു നാരങ്ങയാണ്. അത് നാരങ്ങ നന്നായിട്ട് ഒരു നാരങ്ങേൻ്റെ പകുതി അതൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് ഇതാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പതയൊക്കെ വരും, അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. എന്നിട്ട് ആ നാരങ്ങേൻ്റെ ഇതുകൊണ്ട് തന്നെ നമ്മൾ കാലുമ്മിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഡെഡ് സ്കിൻസൊക്കെ പോകുമെന്നാണ് പറയണത്. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കാലുമ്മിലും അതേപോലെ തന്നെ ഓൻ്റെ കാലുമ്മിലും എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അതൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഈ സ്പാ ക്രീമിൽ മുക്കിയിട്ട് നമ്മളെ കാലിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക, ഒരു പഴയ ബ്രഷോ അല്ലെങ്കിൽ ഇതിനായിട്ട് വെച്ച ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഞാനിവിടെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുള്ളത്. അതുമേൽ ആ സ്പാ ക്രീം യൂസ് ചെയ്തിട്ട് നമ്മളെ കാലുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചെടുക്കട്ടോ. ഓന് പുറത്ത് പോയിട്ട് നല്ലോണം കളിക്കണതായതുകൊണ്ട് നഖത്ത് കൂടിയും എല്ലാത്തും നല്ല ചളിയുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തേച്ച് കൊടുക്കുക. അത്യാവശ്യത്തിന് നല്ല പോവുകയും ചെയ്തിട്ടുണ്ടായിട്ടോ. നിൻ്റെ
കാലുമ്മ കിട്ടിയ റിസൾട്ടിനെക്കാട്ടിലും കൂടുതൽ ഓൻ്റെ കാലുമ്മേന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നന്നായിട്ട് എൻ്റെ കാലും ഓൻ്റെ കാലൊക്കെ തേച്ച് കൊടുത്ത് നമ്മളെ കാലിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്കിന്ന് ഡെഡ് സെൽസ് കുറേ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി നന്നായിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാലം അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. സോ ഞാൻ അതുകൊണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതായിരുന്നു കേട്ടോ എൻ്റെ കാലുമ്മ കിട്ടിയിട്ടുണ്ടായിരുന്ന റിസൾട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കാല് നന്നായിട്ട് ഒരു വൃത്തി വെച്ച മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഓൻ്റെ കാലം നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം. അപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ ചെയ്തതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇനി കുറച്ച് എന്ത് ചെയ്യാൻ വിചാരിച്ച് നമ്മളെ സ്കിന്നിൽ ഫുള്ള് കുറേ സാമ്പിളൊക്കെ തേച്ചതല്ലേ, അപ്പോൾ ഒരു ലോഷനും കൂടെ തേച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ലോഷന് കയ്യുമ്മലും കാലുമ്മലും എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടോ. അങ്ങനെ നമ്മളെ പെഡിക്യൂറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന പരിപാടീസ് ഫുള്ള് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം കൂടിക്കോളട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വേറൊരു ദിവസം കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളടാ. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ ടാറ്റ ബൈ ബൈ.